തിരുവനന്തപുരം നമുക്കറിയാം, അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു നഗരമാണ്. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനുണ്ട്, അവിടെ KSRTC ബസ് സ്റ്റാൻഡുണ്ട്, പിന്നെ കിഴക്കേക്കോട്ടയിലേക്ക് പോകുന്ന വാഹനങ്ങൾ, അങ്ങനെ മൊത്തത്തിലൊരു ബഹളമാണ്. അവിടെ ആ നഗരത്തിരക്കിൽ നിന്നൊക്കെ മാറി വശ്യ തുളുമ്പുന്ന ഒരു വെള്ളച്ചാട്ടമുണ്ട്, തിരുവനന്തപുരം മാടശ്ശേരി വെള്ളച്ചാട്ടം. ഒരു കൂൾ റൈഡിന് പറ്റിയ സ്ഥലമാണ് എന്നാണ് AV ജയശങ്കർ സംഘവും പറയുന്നത്. വെറുതെ പറയില്ലല്ലോ, നമുക്കൊന്ന് പോയി നോക്കാം. അണ്ണാ, സംഭവം ഡിസംബർ മാസമൊക്കെയാണ്, തണുപ്പുകാലൊക്കെയാണ്, പക്ഷെ ഒടുക്കത്തെ ചൂടാ. ഈ ചില്ലാൻ പറ്റിയ ഏതെങ്കിലും സ്ഥലമുണ്ടോ നിങ്ങളെ ഈ പാറശാല ഭാഗത്ത്? അങ്ങനെ ഒരു സ്ഥലമുണ്ട്, പോകാം. ഓക്കെ അണ്ണാ. അണ്ണാ, ഇത് ഏതാ സ്ഥലം? തിരുവനന്തപുരം വെള്ളറുടെ വാഴ്ചലാണ്. നേരത്തെ പറഞ്ഞ സ്ഥലം ഇതിന്റെ മുകളിലാണ്. ഇതിന്റെ മുകളിലാണല്ലേ? പോയി നോക്കാം. അയ്യാ അണ്ണാ, ഇത് എന്ത് കയറ്റം അണ്ണാ? ചെറിയൊരു കയറ്റം മാത്രമേ. ചെറുതാ ഇതാ? അയ്യാ, ചെറിയൊരു കയറ്റം. എനിക്ക് പിന്നിൽ കാണുന്നതാണ് വാഴിച്ചൽ മാടശ്ശേരി വെള്ളച്ചാട്ടം. അപ്പോൾ ഈ മാടശ്ശേരി വെള്ളച്ചാട്ടം ഇവിടെ അവസാനിക്കുന്നില്ല. ഒന്നുകൂടി മുകളിലേക്ക് കയറിയാൽ കുറച്ചധികം മനോഹര ദൃശ്യങ്ങൾ അവിടെ നമ്മെ കാത്തിരിപ്പുണ്ട്. പോയി നോക്കാം. അങ്ങനെ നടന്ന് മുകളിലെത്തി. എനിക്ക് പിന്നിൽ കാണുന്നതാണ് മാടശ്ശേരി വെള്ളച്ചാട്ടം. മഴക്കാലത്ത് ഇവിടെ മൊത്തം വെള്ളമായിരിക്കും. തിരുവനന്തപുരം വാഴിച്ചാലിലാണ് മാടശ്ശേരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. അമ്പൂരിൽ നിന്നാണ് ഇങ്ങോട്ട് വെള്ളം ഒഴുകിയെത്തുന്നത്. നഗരത്തിരക്കുകളിൽ നിന്ന് മാറി പ്രകൃതിയുടെ മടിത്തട്ടിലാണ് മാടശ്ശേരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. തണുത്ത വെള്ളവും പിന്നെ അതേപോയിട്ട് ഇവിടെ ദൂര സ്ഥലങ്ങളിൽ നിന്ന് ഇഷ്ടംപോലെ ആൾ വരുന്നുണ്ട്. രാവിലെ വൈകുന്നേരമാണ് കൂടുതൽ വരുന്നത്. ഉച്ച സമയത്ത് ആൾ കുറവാണ്. പിള്ളേരാണ് ഏറ്റവും കൂടുതൽ. നമ്മുടെ വാട്ടർ ടാങ്കിനൊക്കെ ഇവിടുന്ന് വെള്ളം എടുക്കുന്നുണ്ട്. വെള്ളച്ചാട്ടത്തിൻ്റെ സൗന്ദര്യം നല്ലപോലെ ആസ്വദിക്കണമെങ്കിൽ മഴക്കാലത്ത് വരണം. ആകെ മൊത്തത്തിൽ പൊളിയാണ് ഈ മാടശ്ശേരി വെള്ളച്ചാട്ടം. മോനെ, എങ്ങനെയുണ്ട്? വളരെ രസമാണ്. ഇവിടെ നല്ല തണുപ്പും അതുപോലെ കാലാവസ്ഥയും നാച്ചർ ബ്യൂട്ടി, അങ്ങനെ നല്ല രസമാണ്. ആകെ മൊത്തത്തിൽ ഒന്ന് തണുത്തിട്ടുണ്ട്. നല്ല വൈബ് സ്ഥലമാണ്. പക്ഷേ വെള്ളത്തിലിറങ്ങുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം. ക്യാമറമാൻ രാജ് കിരണിനൊപ്പം AV ജയശങ്കർ, 24 തിരുവനന്തപുരം. അപ്പോൾ ജയശങ്കർ എന്തായാലും അവിടെ കുളിച്ച് തിമിർത്തിട്ടുണ്ട്. ട്രിവാൻഡ്രത്തേക്ക് പോകുന്ന സമയത്ത് നമുക്ക് പോകാവുന്ന ഒരിടം കൂടിയാണ്. ഒരു കൂൾ റൈഡിന് പറ്റിയ ഇടമെന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് അവിടുത്തെ കാഴ്ചകൾ പറഞ്ഞിരുന്നു.